ഹായ് എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണ ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ ചോറ് വെക്കണ ഒരു കുറുവ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 250 ml കപ്പിൽ ഒരു 1.25 കപ്പ് അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പച്ചരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്ന്, 2 ടീസ്പൂണ് ഉലുവ, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർത്താൻ വെക്കണം. ഞാനിതൊരു 4 മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. ഞാനത് കഴുകിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി ഫൈനായിട്ട് അരയണം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള അരിയും കൂടി ഞാൻ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. വെള്ളം പോരായി ഉണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മളിത് അവിടെ മാറ്റി വെച്ചു. ഇനി ഞാൻ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും കണ്ടു നന്നായി പൊന്തി വന്നു. ഇനി ഇതാ നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. നല്ലോണം യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാനൊരു കൂടുതൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് പരട്ടി കൊടുക്കണുണ്ട്. ഇനി ഇങ്ങനെ വന്നിട്ടൊന്ന് മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം, മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ എനിക്കറിയാം എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പലരും ഈ ദോശമാവിൽ ചോറ് ചേർക്കണവരും ഉണ്ട്. ഞാൻ പക്ഷേ ഇതിൽ ചോറൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ എന്നാലും നല്ല സ്വാദാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ. എപ്പോഴും ദോശ എല്ലാവർക്കും ക്രിസ്പി ആയിട്ട് ചൂടോടെ കഴിക്കണതാണ് ഇഷ്ടം. ക്രിസ്പി ആയിട്ട് ഇരിക്കണതാണ് എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ദോശയായിരുന്നു. ദോശയുടെ കൂടെ ഇതുപോലത്തെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ ഉഷാറായി. ഈ ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ തന്നെ അതായിരുന്നു. എല്ലാവരും അത് പോയി കാണണം. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു.